പശ്ചിമേഷ്യ മറ്റൊരു യുദ്ധത്തിന്റെ നിഴലിലാണ്. ഇസ്രായേലും അമേരിക്കയും ഇറാനും നേരെ നടത്തിയ സംയുക്തമായ ആക്രമണം വെറും പ്രാദേശിക തർക്കമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് പ്രവാസി ഇന്ത്യക്കാരുടെ ജീവിതത്തെയും ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയും പിടിച്ചുലയ്ക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. 90 ദശലക്ഷത്തിലധികം പ്രവാസികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തെ ഇത് വലിയ മോശമായി തന്നെ ബാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത്രയും ആളുകളുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ആശങ്ക പടരുക തന്നെയാണ്. അൽ ജസീറയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം യുദ്ധം കടുക്കുന്നതോടെ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളുടെ ജോലി സുരക്ഷ വലിയ ഭീഷണിയിലാണ്. UAE, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലുള്ളവർ ഇന്ന് ഓരോ നിമിഷവും ഭയത്തോടെയാണ് കഴിയുന്നത്. പല എണ്ണവാതക കമ്പനികളും തങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഒരുങ്ങുകയാണ്. ഇത് നേരിട്ട് ബാധിക്കുക സാധാരണക്കാരായ പ്രവാസികളെയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പല പ്രവാസികളും ഇതിനകം തന്നെ മടങ്ങി തുടങ്ങി. എന്നാൽ ഭീമമായ ജനസംഖ്യയുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പെട്ടെന്നുള്ള ഒഴിപ്പിക്കൽ അത് അപ്രായോഗികമായ ഒന്നാണ്. ഇവിടെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായ ഒരു കണക്ക് വരുന്നത്. പ്രവാസികൾ ഒരു വർഷം $50 മില്യൺ ഇന്ത്യയിലേക്ക് പണമായിട്ട് അയക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം വിദേശ നാണ്യ ശേഖരത്തിന്റെയും സാമ്പത്തിക സുസ്ഥിരതയുടെ നട്ടലാണ് ഈ പണം. യുദ്ധം നീണ്ടുപോയാൽ ഈ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ദുരന്തമായിരിക്കും. കാരണം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു പങ്കും ഈ പ്രവാസി വരുമാനത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. പണം അയക്കുന്നത് നിലച്ചാൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ നിത്യജീവിതം തന്നെ വഴിമുട്ടും. യുദ്ധം പ്രവാസികളെ മാത്രമല്ല നാട്ടിലുള്ളവരെയും ബാധിച്ചു തുടങ്ങി. ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ എണ്ണവില വലിയ രീതിയിൽ കുതിച്ചുയരുകയാണ്. അതുപോലെ തന്നെ LPG ഗ്യാസിനും ഭയങ്കര ക്ഷാമം നമ്മുടെ രാജ്യം ഇപ്പോൾ നേരിടുന്നുണ്ട്. പല ഹോട്ടലുകളും CNG ഗ്യാസ് ലഭിക്കാത്തത് കൊണ്ട് അടച്ചുപൂട്ടലിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ്. സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും 1 മാസത്തേക്കുള്ള സ്റ്റോക്ക് മാത്രമേ നിലവിലുള്ളൂ എന്ന വാർത്ത ജനങ്ങളെ ആശങ്കയിലാക്കുന്നു. ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്കും ഇത് നയിച്ചേക്കാം. നാട്ടിലെ വീട് പണി മുടങ്ങുമോ? മക്കളുടെ പഠനം എങ്ങനെയുണ്ടാകും? ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയുമോ? ഗൾഫിലെ ഓരോ മുറിയിലും ഇന്ന് ഉയരുന്ന ചോദ്യങ്ങളാണിവ. ഇത് വെറും ഒരു രാജ്യാന്തര വാർത്തയല്ല, മറിച്ച് നമ്മുടെ ഉറ്റവരുടെ ജീവിതമാണ്. യുദ്ധം ഉടൻ അവസാനിച്ചില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. യുദ്ധം വേഗം തീരണേ എന്ന പ്രാർത്ഥനയിലാണ് ഇപ്പോൾ പ്രവാസി സമൂഹം മുഴുവൻ.